നമസ്കാരം. ഷീബയാണ്, ലക്ഷ്മി മിഷണറീസ്, ബാംഗ്ലൂർ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന വീഡിയോ ഒരു ഡബിൾ ഹെഡ് പൾവറൈസറാണ്. ഇതൊരു സിംഗിൾ ചേമ്പറിൽ വരുന്ന മെഷീനാണ് കേട്ടോ. ഇതൊരു 10 ഇഞ്ചാണ് ഇതിൻ്റെ ചേമ്പർ വട്ടം വരുന്നത്. സിംഗിൾ ചേമ്പറിലാണ്, ഫുള്ളായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു മെഷീനാണിത്. നമുക്കൊരു 10 HP മോട്ടറിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ 5 HP ആണെങ്കിലും 5 HP മോട്ടറാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോൾ 5 HP മോട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ പൊടിച്ചുകൊണ്ടിരിക്കുന്നത് മുളകാണ്. വളരെ നല്ല ഫൈൻ പൗഡറാണ് നമുക്ക് ലഭിക്കുന്നത്. നല്ല നൈസാണ്. പിന്നെ പൊടി അധികമൊന്നും ചൂടാകില്ല, വളരെയധികം ഒന്നും ചൂടാകത്തില്ല. ചെറിയൊരു മീഡിയം ചൂട് എന്താണെങ്കിലും ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇത്ര അധികം ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂടുണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് ഉള്ളിൽ പറ്റിപ്പിടിക്കില്ല. മുളകാണെങ്കിലും മല്ലിയാണെങ്കിലും മെഷീൻ്റെ ഉള്ളിൽ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുകയില്ല. ഒരു പ്രാവശ്യം ഇട്ട് പൊടിച്ചാൽ മതി. ഈസിയാണ്, പൊടിക്കാനൊക്കെ ഈസിയാണ്. നമ്മുടെ സാധാരണ ഡബിൾ ചേമ്പർ പൾവറൈസർ വരുന്ന മാതിരി തന്നെയാണ്. നമുക്ക് സ്ഥല സൗകര്യം അനുസരിച്ച് നോർമലായിട്ട് ഒരു ബൈമില്ലായിട്ട് സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വൺ സൈഡായിട്ട് സെറ്റ് ചെയ്യാം. ഫൗണ്ടേഷനൊന്നും ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുള്ളികൾ, ബീറ്റർ, അതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ബാലൻസിങ് ചെയ്തിട്ടാണ് വിടുന്നത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റനൻസൊക്കെ വളരെ ഈസിയാണ്. വളരെ നന്നായി ഐറ്റം പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, നന്നായിട്ട് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. നല്ല സ്പീഡുണ്ട്, നല്ല എയർ പാസിങ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സ്പീഡിൽ ഇത് പൊടിയുന്നുണ്ട്. ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ വാട്ടർ കൂളിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, എയർ കൂളിംഗ് ആണുള്ളത്. അപ്പോൾ ഇത് 2 ക്ലോത്ത് കെട്ടി നമ്മൾ സാധാരണ പൾവറൈസർ, ഒരു മില്ലിൽ ഒരു ഡബിൾ ഹെഡ് പൾവറൈസർ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ, പൊടിക്കുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നൈസ് പൊടിയൊക്കെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിലെ ചേമ്പർ നമ്മൾ തുറന്ന് കാണിക്കാം, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും. ഉള്ളിൽ ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടില്ല. നല്ല നൈസ് പൊടിയാണ്. നമുക്ക് കളറിലൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. ചൂടാകാത്തതുകൊണ്ട് തന്നെ പൊടി കളറിലൊന്നും വ്യത്യാസം വരില്ല. ആ മുളക് പൊടിയുടെ നല്ലൊരു മണമൊക്കെ ഉണ്ടാകും. നമുക്ക് മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് അതിൻ്റേതായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതായത് നൈസ് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ കറി വെച്ചാൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതെല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിക്കുന്ന പൊടികൾ, ഞാൻ പാക്കറ്റ് പൊടികളെ കുറ്റം പറയുന്നതൊന്നല്ല, പാക്കറ്റ് വാങ്ങിക്കുന്ന പൊടികളെക്കാളും നമുക്ക് നൈസായിട്ട് കിട്ടുന്നത് ഇങ്ങനെ മെഷീനിൽ പൊടിക്കുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് അത് ഏത് സൈസിലുള്ള അരിപ്പകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് പൊടിക്കാൻ സാധിക്കും. നമുക്ക് ഫുൾ നൈസാണ് വേണ്ടതെങ്കിൽ നൈസായിട്ടുള്ള അങ്ങനെയുള്ള അരിപ്പയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിപ്പോൾ പൊടി എടുക്കുന്നതാണ്. അതിന് മുമ്പ് അത് ഇതിലൊന്ന് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് തുറന്ന് കാണിക്കുകയാണ് കേട്ടോ. പൊടിയൊക്കെ കുടഞ്ഞെടുത്തു. ചേമ്പർ തുറക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ അത് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ചേമ്പറിലേക്ക് വരുന്നതുകൊണ്ട് അടിച്ച് പൊടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിപ്പോൾ മുളക് പൊടിച്ചിട്ട് തന്നെ നല്ല ഉള്ളിലൊന്നും ഒട്ടും തന്നെ പറ്റി പിടിക്കാതെ ലഭിച്ചിട്ടുണ്ട്. തുറക്കാൻ പറ്റുന്നില്ല, പുതിയ മെഷീനല്ലേ, അപ്പം നമുക്ക് പെട്ടെന്നങ്ങ് വലിച്ചൂരാനൊന്നും പറ്റിയല്ല. ഇച്ചിരി നമ്മളൊന്ന് വർക്ക് ചെയ്തൊന്ന് ശരിയാക്കിയാലേ അത് നടക്കുള്ളൂ. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ ഉൾഭാഗം നോക്കിക്കേ, ഒട്ടും ഉള്ളി പറ്റി പിടിച്ചില്ല. ആ ചെറിയൊരു പൊടീൻ്റെ ഒരു അംശമുണ്ട്. അത് സാധാരണ എല്ലാ മെഷീനിലും ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ പൊടി കുടഞ്ഞെടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല കളറുള്ള പൊടിയാണ്. കുറച്ച് കാശ്മീരി ചില്ലിയും മറ്റേ സാധാരണ എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പൊടിച്ചത്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി, എൻ്റെ വീട്ടിലേക്ക് വേണ്ടി തന്നെ, എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ ഈ മുളക് പൊടി എടുത്തതാണ്. കാരണം നമുക്ക് ഇച്ചിരി മീൻ കറിയൊക്കെ വെക്കുമ്പോൾ നല്ലൊരു കളറിൽ കിട്ടണം, അതാണ് നമ്മുടെ ആവശ്യം. വേണ്ട, നല്ല നൈസ് പൊടിയാണെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ട ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നല്ലൊരു ഉണ്ട ഉരുട്ടിയാൽ നമുക്കത് അവിടെ ആ രീതിയിൽ കിട്ടും. അപ്പോൾ ഞാൻ ഈ കാണിച്ചതുപോലെ. അപ്പോൾ നോക്കാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്.